السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്യമങ്ങളെല്ലാം പൂർണ്ണാർത്ഥത്തിൽ അവൻ വിജയിപ്പിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി. വലഖദ് അലിമു, തീർച്ചയായും സത്യമായും അവർ അറിഞ്ഞിട്ടുണ്ട്. ലാമു കസമിൻ, കസമിൻ്റെ സത്യത്തെ കുറിക്കാനുള്ള ലാമാണ്. അലിമു എന്നതിൻ്റെ ഫായില് ഐ അൽ യഹൂദു, ജൂതന്മാരറിഞ്ഞിട്ടുണ്ട്. ലമനിഷ്തറാഹു, ലമനിഷ്തറാഹു, ആ സിഹ്റിനെ തെരഞ്ഞെടുത്ത ഒരുത്തർ. ലാമ് ഇബ്തിദാഉൻ മുഅല്ലഖത്തുൽ ലിമാ ഖബ്ലഹ, മുമ്പുള്ളതിനോട് ബന്ധിപ്പിക്കപ്പെട്ട ഇബ്തിദാഇൻ്റെ ലാമാണ്. വലഖദ് അലിമു, സത്യമായും തീർച്ചയായും അവരറിഞ്ഞിട്ടുണ്ട്. ലമൻ, ഒരുത്തരാകുന്നത്. ഇഷ്തറാഹു, ആ സിഹ്റിനെ തെരഞ്ഞെടുത്ത ഒരുത്തർ. വ മൻ മൗസൂലത്തുൻ, മന്ന് മൗസൂലയാണ്. ഇഷ്തറാഹു എന്ന് പറഞ്ഞാൽ ഇഖ്താറഹു എന്നാണ് ഒരു തഫ്സീർ. ഔ ഇസ്തബ്ദലഹു ബി കിതാബില്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ കിതാബിൻ മാറ്റത്തിരുത്തലുകൾ, അവർക്ക് വേണ്ടതെടുത്ത് വേണ്ടാത്തത് തിരുത്തി വെട്ടിക്കുത്തി, ഇങ്ങനെ ജൂത നസ്വാറാക്കൾ തിരിമറി നടത്തി. ഇന്ന് അവരുടെ പിന്തുടർച്ചക്കാർ തിരിമറി നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. വലബിഅസ ഇഷ്തറാഹു ഔ ഇസ്തബ്ദലഹു ബി കിതാബില്ലാഹ്, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. മാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, മാലഹു, ആ ഒരുത്തർക്കില്ല. ഇങ്ങനെ അല്ലാഹുവിൻ്റെ കിതാബിൽ തിരിമറികൾ നടത്തിയവർ, അല്ലെങ്കിൽ സിഹ്റിൻ്റെ അപകടം മനസ്സിലായിട്ടും സിഹ്റിൻ്റെ സ്വാധീനം മനസ്സിലായിട്ടും അതിനെ വാരിപ്പുണർന്നവർ. മാലഹു, ആ ഒരുത്തർക്കില്ല. ഫിൽ ആഖിറ, ആഖിറ ലോകത്തില്ല. മിൻ ഖലാഖ്, ഒരു നസീബും ഇല്ല, ഒരു വിഹിതവും കിട്ടാനില്ല. നസീബും ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു നസീബുമില്ല. അപ്പം നജ്അലുഹാ തിൽക്കദ്ദാറുൽ ആഖിറ എന്ന് പറഞ്ഞ സ്വർഗമാണ് ഇവിടെ ഉദ്ദേശം. നസീബും ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു നസീബും അവർക്ക് വരാനില്ല, അവർക്ക് ലഭിക്കാനില്ല എന്നുള്ളത് സത്യമായും അവരറിഞ്ഞിട്ടുണ്ട്. വലബിഅസമാ, ഖുർആൻ തുടർന്ന് പറയുന്നു, വലബിഅസമാ ശൈഅൻ, വലബിഅസ, ഒന്ന് വളരെ ചീത്ത, മാ, ആ ഒന്നെന്തിനാൽ, ശൈഅൻ ഒരു വസ്തുവിനാൽ, ശറൗ ബിഹി അൻഫുസഹും, ശറൗ അവർ വിറ്റിട്ടുണ്ട്, കച്ചവടം നടത്തിയിട്ടുണ്ട്. ബിഹി, ആ വസ്തു കൊണ്ട്, അൻഫുസഹും അവരുടെ ശരീരങ്ങളെ അവർ കച്ചവടം നടത്തിയിട്ടുണ്ട്. ഇവിടെ ബാഉ എന്നാണ് മഅന, ശറൗ എന്നതിൻ്റെ തഫ്സീർ ബാഉ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ കാണാം. വശറൗഹു ബിസമനിൻ ബഖ്സ്,
വേറൊരായത്തിൽ അങ്ങനെ നമുക്ക് കാണാവുന്നതാണ്. പറയട്ടെ, വലബിഅ്സമാ ശറൗ ബിഹി അൻഫുസഹും ഐ ശാരീൻ. ആ ഷറുടയ ആ കച്ചവടം നടത്തിയവർ അവരുടെ ശരീരങ്ങളെ കച്ചവടം നടത്തി അവർ വിറ്റ് കളഞ്ഞു. ആ ഒരു വസ്തു വളരെ ചീത്തയാണ്. ഐ ഹല്ലഹാ മിനൽ ആഖിറ. ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ പാരത്രിക ലോകത്ത് ശരീരങ്ങൾക്ക് ഹല്ല് വേണമല്ലോ. ആ ലഭിക്കേണ്ട ഹല്ലിന്, ആ വിഹിതത്തെ, ആ സ്വർഗത്തെ അവർ ഇവിടുന്ന് തന്നെ വിറ്റുപോയി. എന്താണ് മഖ്സൂസും ബിദ്ദമ്മ അൻ തഅലമൂഹു. ആ സിഹറിനെ അവർ പഠിച്ചെടുത്തതാണ്. അല്ലെങ്കിൽ അൻ തുഅല്ലിമൂഹു, അതിനവർ പഠിപ്പിക്കുകയും ചെയ്തതാണ്. ഹൈസു ഔജബ ലഹുമുന്നാർ. മഹാന്മാരായ മുഫസ്സിറുകൾ ജലാലൈനി പറയുന്നു, ഹൈസു ഔജബ ലഹുമുന്നാർ, നരകം അവർക്ക് വാജിബായ നിലക്ക്, വാജിബാക്കുന്ന നിലക്കാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായത്, അവരുടെ വിൽപ്പനയുണ്ടായത്. ലൗ കാനൂ യഅലമൂൻ. ആഖിറത്തിൽ അവർക്ക് ഹല്ലില്ല. ഇത് അല്ലാഹു പറഞ്ഞു. അതവർ അതിനെക്കുറിച്ച് അവർ അറിയുന്നവരാണ്. സത്യമായും തീർച്ചയായും അവർക്കറിയാം എന്നും അല്ലാഹു തന്നെ പറഞ്ഞു. ലൗ കാനൂ യഅലമൂൻ, അവർ വിവരമുള്ളവരായിരുന്നെങ്കിൽ ഹഖീഖത്തമാ യസീറൂന ഇലൈഹി മിനൽ അദാബി മാ തുഅല്ലിമൂ. അവർ പഠിപ്പിച്ച സിഹർ പഠിപ്പിച്ചല്ലോ, അല്ലെങ്കിൽ സിഹർ പഠിച്ചെടുത്തല്ലോ, അതിൻ്റെ അദാബ്, ആ അദാബിലേക്ക് അവരെത്തിച്ചേരും. അങ്ങനെ അവരെത്തിച്ചേരാനുള്ള അദാബ് അതെത്ര ഭീമാകാരമാണ്, എത്ര ബീഭത്സമാണ് എന്നവരറിഞ്ഞിരുന്നെങ്കിൽ സ്വർഗമില്ലെന്നവർക്കറിയാം. എന്നിട്ട് മഹാനായ ഇമാം സ്വാവി രേഖപ്പെടുത്തുന്നു, ലാ മുനാഫാത ബൈനഹു വ ബൈന ഖൗലിഹി വലഖദ് അലിമൂ. വലഖദ് അലിമൂ എന്ന ഖൗലും ലൗ കാനൂ യഅലമൂൻ എന്ന ഖൗലിൻ്റെയും ഇടയിൽ, എന്ന വാചകത്തിൻ്റെയും ഇടയിൽ മുനാഫാത്തില്ല, എതിരില്ല. കാരണം അന്നഹും അലിമു, ജൂതന്മാർ അറിഞ്ഞിട്ടുണ്ട്, അന്നഹും ലൈസ ലഹും നസീബും ഫിൽ ആഖിറ, ആഖിറത്തിൽ അവർക്ക് നസീബില്ലെന്ന് അവരറിഞ്ഞിട്ടുണ്ടെങ്കിലും, വലാകിൻ ലം യഅലമൂ അന്നഹും ലാ യഫ്ലിതൂന മിനൽ അദാബിദ്ദായിം, കാലകാലമുള്ള അദാബിൽ നിന്ന് അവർ രക്ഷപ്പെടൂല, അവരെന്നും അദാബിലാണെന്ന ബോധം അവർക്കില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വലഖദ് അലിമു എന്ന് പറഞ്ഞിട്ട് ആ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് ലൗ കാനൂ യഅലമൂൻ. ഇനി നോക്കൂ, വലൗ അന്നഹും, വിശുദ്ധ ഖുർആൻ തുടരുകയാണ്, വലൗ അന്നഹും അൽ യഹൂദ, വലൗ അന്നഹും അവരാണെങ്കിൽ, അൽ യഹൂദ അമനൂ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ, ബിൻ നബി വൽ ഖുർആൻ, പഴയ ജൂതന്മാരുടെ, നമ്മൾ തഫ്സീറിൻ്റെ തുടക്കം മുതൽ പറഞ്ഞു വരികയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിൻ്റെ കാലത്തുള്ള ജൂതന്മാരോടാണ് ഖിതാബ്. അവരുടെ ഉപ്പാപ്പമാർ ചെയ്തത് തന്നെ നിങ്ങളും എന്തിനാണ് ആ തെറ്റ് ആവർത്തിച്ച് ചെയ്യുന്നത്? നിങ്ങൾക്കെങ്കിലും ഒന്ന് നന്മയുടെ പാന്താവിലേക്ക് വന്നുകൂടെ? ഇതാണ് ദഅവത്ത്. അല്ലാതെ കഴിഞ്ഞു പോയവരെങ്ങനെ കുത്തുക മാത്രമല്ല ചെയ്യുന്നത്, അതിലേറെ ഗൗരവമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, അവർക്ക് പാഠമാകട്ടെ എന്നാണ് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. വെറുംപണി നടത്തുകയല്ല. വലൗ അന്നഹും ആമനൂ, അവർ തീർച്ചയായും അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, ബിൻ നബി വൽ ഖുർആനി, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടും, വൽ ഖുർആൻ, ഖുർആൻ കൊണ്ടും വിശ്വസിച്ചിരുന്നുവെങ്കിൽ,
واتقوا അവർ ഭയപ്പെട്ടിരുന്നുവെങ്കിലും ഇഖാബല്ലാഹി ബിതർക്കി മആസിഹി, അല്ലാഹുവിൻ്റെ ശിക്ഷയെ അതെങ്ങനെ ഭയപ്പെടുക? ബിതർക്കി മആസിഹി, അവന് എതിര് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുക. സിഹ്റ് പോലെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. സിഹ്റിൻ്റെ ആശാന്മാരായിരുന്നു ജൂതന്മാർ. സിഹ്റിൻ്റെ എല്ലാ വേണ്ടാത്തരങ്ങളും അറിഞ്ഞിട്ടും സിഹ്റുമായി ബന്ധപ്പെട്ട് കഴിയുന്ന അതിൻ്റെ അഡിക്റ്റുകളായിരുന്നു ജൂതന്മാർ. അതാണ് ബിതർക്കി മആസിഹി കസ്സിഹ്രി വജവാബു ലൗ. വലൗ എന്ന ഷർത്തിൻ്റെ ജവാബ് മഹ്ദൂഫുൻ, അത് കളയപ്പെട്ടതാണ്. ഐ എന്താണ് തഖ്ദീർ? ലഉസീബൂ. അപ്പോൾ ലൗ അന്നഹും അവരാണെങ്കിൽ ആമനൂ വിശ്വസിച്ചിരുന്നെങ്കിൽ, വത്തഖൗ തഖ്വ ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ, ലഉസീബൂ അവർക്ക് നല്ല പ്രതിഫലം ലഭിക്കപ്പെടുമായിരുന്നല്ലോ. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നത് ഉണ്ടായില്ല. ഖുർആൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ദല്ല അലൈഹി ലമസൂബത്തുൻ. ലമസൂബത്തുൻ എന്ന അള്ളാഹുവിൻ്റെ കലാമിൻ്റെ വചനം, ആ വാചകം അത് ലഉസീബു എന്നതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അവിടുന്ന് ഒരു ജവാബ് മഹ്ദൂഫാണെന്ന് ഈ കലിമത്ത് അറിയിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ. ലമസൂബത്തുൻ സവാബുൻ എന്നാണ്, മീമിയായ മസ്തറാണ്. സവാബുൻ എന്ന മാനേ ഉള്ളൂ, പ്രതിഫലമാകുന്നത്. വഹുവ മുബ്തദഉൻ, മസൂബത്തുൻ എന്നത് മുബ്തദയാണ്. വല്ലാമു ഫീഹി ലിൽ ഖസം, അതിലുള്ള വന്ന ലാമ് ഖസം, അതോടുകൂടെ വിഷയം ശക്തിപ്പെടുത്താനുമാകുന്നു. വല്ലാമു ഫീഹി ലിൽ ഖസമി, സത്യമായും പ്രതിഫലമാകുന്നത് മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൻ്റെ അരികിലുള്ള പ്രതിഫലം. ഖൈറുൻ, അതേറ്റവും ഉത്തമമാണ്. ഖൈറുൻ, അതേറ്റവും ഉത്തമമാണ്. കസ്റത്തുൽ ഇസ്തിമാലിന് വേണ്ടി ഹംസയെ കളയപ്പെട്ടതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഏറ്റവും ഉത്തമമാണ്. ഇസ്മു തഫ്ളീൽ തന്നെയാണ് ആ സീഗ. ഖബറുഹു ഖൈറുൻ എന്നത് ലമസൂബത്തുൻ എന്ന മുബ്തദൻ്റെ ഖബറാണ്. മിമ്മാ ശറൗ ബിഹി അൻഫുസഹും, അവരുടെ ശരീരങ്ങളെ അവർ വിറ്റ ഒന്നിനേക്കാളും അവർക്ക് വലിയ ഖൈറെന്താണ്? അവർക്ക് വലിയ ഖൈറ് അത് അവരുടെ അല്ലാഹുവിൻ്റെ അടുത്തുള്ള പ്രതിഫലം തന്നെയാണ്. അവർ ഇതും ഖൈറാണെന്ന് ഭവിക്കുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും അല്ലാഹു ഒതുങ്ങിക്കൊടുക്കുന്നത്. അതാണ് ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ ലൗ കാനൂ യഅലമൂൻ. അല്ലാഹു ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്, ലൗ കാനൂ യഅലമൂൻ. ഇൽമിൻ്റെ പ്രാധാന്യമാണ്, ആലിമിൻ്റെ പ്രാധാന്യമാണ്, ഉലമാക്കളെ പ്രാധാന്യമാണ് വിശുദ്ധ ഖുർആൻ വിളിച്ചോതി തരുന്നത്. ലൗ കാനൂ യഅലമൂൻ, അവർക്ക് അവർ വിവരമുള്ളവരായിരുന്നെങ്കിൽ അവർക്ക് അല്ലാഹുവിൻ്റെ അടുത്ത് ഖൈർ എന്താണ്? ഈമാനും തഖ്വയുമാണ്. അല്ലാതെ അവർ തിരഞ്ഞെടുത്ത സിഹ്ർ അല്ല എന്ന് ബോധ്യപ്പെടും. അതിന് ഇൽമു വേണം. അന്നഹു ഖൈറുൽ ലിമാ അസറൂഹു അലൈഹി, അവർ തിരഞ്ഞെടുത്ത സിഹ്റിനേക്കാളും ഖൈർ ഏതാണ്? അല്ലാഹുവിൻ്റെ അടുത്തുള്ള സവാബാണ്. അല്ലാഹുവിൻ്റെ അടുത്തുള്ള സവാബാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ്. മിൻ ഇൻദി ലിമാ അസറൂഹു അലൈഹി എന്നത് സാവി എഴുതുന്നു ലിമാ ഖദ്ദമു സിഹ്റ അലാ മാ ഇൻദല്ലാഹ്. അല്ലാഹുവിൻ്റെ അടുത്തുള്ളതിനേക്കാളും അവർ പ്രാധാന്യം കൊടുത്തത് സിഹ്റിനാണ്. അതവർക്ക് നഷ്ടമേ വരുത്തി വെക്കൂ, അതവർക്ക് വിനയെ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ അടുത്ത്
വലിയ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈമാനും തഖ്വയുമാണ് ആവശ്യം. ഈമാനും തഖ്വയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളും, അത് രണ്ടുമാണ് ഒരു മനുഷ്യന് വേണ്ടതെന്ന് ഖുർആൻ പലയിടങ്ങളിലും നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെയും അല്ലാഹു തആല പറയുന്നത്, വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ ലൗ കാനൂ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. പോരായ്മകൾ അല്ലാഹു തിരുത്തി തരട്ടെ. നമ്മുടെ എല്ലാ സംരംഭങ്ങളും, നമ്മുടെ സർവ മജ്ലിസുകളും, നമ്മുടെ സർവ വിഷമങ്ങളും, നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന എല്ലാ പീഡനങ്ങളും അല്ലാഹു തആല അറുതി വരുത്തി തരുമാറാകട്ടെ. ദീനിൻ്റെ ശത്രുക്കളെ അല്ലാഹു തആല പാഠം പഠിപ്പിക്കുമാറാകട്ടെ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു നമുക്കെല്ലാവർക്കും ദീർഘ ആയുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.